ഇവനെന്താ അധികാരം? അവനവന്റെ സഹോദരനെ തേടി വന്നതാണ്. സഹോദരനും സഹോദരിയൊന്നും ഇവിടെ ഒരു പ്രശ്നമേ അല്ല. അത് നിങ്ങൾക്കല്ലേ? അതെ, ഞങ്ങളെന്ന് വെച്ചാല് ഈ നാട്ടുകാര്, ഈ നാടിനെ അങ്ങോട്ട് സ്നേഹിക്കുന്നവര് അല്ല, അങ്ങനെ ഈ നാട്ടിനെ തെറ്റിദ്ധരിപ്പിക്കുന്നവർ. ശങ്കരൻ ഇക്കാര്യത്തിൽ ഇടപെടണ്ട. നാട്ടിൽ നടക്കുന്ന അനീതിക്കെതിരെ പ്രതികരിക്കാൻ എന്നെ കൊണ്ടാവില്ല. അനീതിയോ? ശിവ ശിവ, ദുർഗാഷ്ടമി നാളില് മനുഷ്യക്കുരി നടത്തുന്നത് നാടിന്റെ നന്മയ്ക്കും ഉദ്ദിഷ്ട കാര്യങ്ങൾ സാധിക്കുന്നതിനുമാണ്. അവര് നാടിന് വേണ്ടിയാകുമ്പോ നന്മയല്ലേ കൂട്ടരെ? സുഹൃത്തെ, നാടിന്റെ പട്ടിണി മാറ്റേണ്ടത് മനുഷ്യക്കുരുതി കൊണ്ടല്ല, കൂട്ടായ അധ്വാനം കൊണ്ടാണ്. ശങ്കരന്റെ സാരോപദേശം ഇങ്ങനെ വേണ്ട. ഞാൻ അങ്ങനെ കുരുതി കൊടുക്കാൻ ഞാൻ സമ്മതിക്കൂല. അതിന് നിന്റെ സമ്മതം ഇവിടെ ആര് ചോദിച്ചു? പിടിച്ചു മാറ്റവിടെ. തൊട്ടുപോരുത്. തൊട്ടാൽ ഒരുപക്ഷെ അവന്റെ കണ്ണുകളിൽ നിന്നും അഗ്നി പറക്കും. ആ അഗ്നിയിൽപ്പെട്ട ചാമ്പലാകണ്ടെങ്കിൽ മാറി നിൽക്കാൻ. എന്താ കൂട്ടരെ ഇത്? നാടിന്റെ നന്മയ്ക്ക് എതിര് നിൽക്കുന്നവരെ പിടിച്ചു മാറ്റണ്ടേ? പിന്നെന്തിനാ മാറ്റിക്കുന്നോ? അമ്മേ ഭാരതാംബേ, ശിലായുഗത്തിലേക്ക് തിരികെ പ്രയാണം ചെയ്യുന്ന ഈ അജ്ഞാനികളുടെ ഭാരം താങ്ങി തളരുന്ന നിന്റെ വിലാപം ഞാൻ കേൾക്കുന്നു. സതിയും നരബലിയും ലിംഗപൂജയും യോനിയപൂജയും മതങ്ങളും വേഷങ്ങളും ഭാഷകളും കൊണ്ട് തമ്മിലടിക്കുന്ന വിഡ്ഢി പരിചകളെ, നിന്റെ ഒന്നും അന്ത്യം വിദൂരമല്ല. ഇല്ല, അത് ഇതോടെ അവസാനിക്കട്ടെ. അങ്ങനെയാണ് അവരെന്നെ തുരത്തിയത്, ഞാനിവിടെ എത്തിയത്. സുഹൃത്തെ, താങ്കൾ ഏറ്റെടുത്തിരിക്കുന്നത് ഒരു മഹത്തായ കർമ്മമാണെന്നാണ് എന്റെ വിശ്വാസം. അതെ, അതുകൊണ്ട് താങ്കൾക്ക് ഇവിടെ താമസിക്കാം. താങ്കൾക്ക് ഇവിടെ താമസിച്ചുകൊണ്ട് തന്നെ താങ്കളുടെ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാം. ഇല്ല, ഇയാളെ ഇവിടെ താമസിപ്പിക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല. നിങ്ങൾ അനുവദിച്ചാലില്ലെങ്കിലും ഇയാൾ ഇവിടെ താമസിക്കും. താമസിക്കില്ല, താമസിക്കും, താമസിക്കില്ല, താമസിക്കും. നിങ്ങൾ വഴക്കിടണ്ട, ഞാൻ എങ്ങോട്ടെങ്കിലും പോയേക്കാം. ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾ എന്നെ തിരിച്ചറിയും. അന്നൊരു പക്ഷേ നിങ്ങളിൽ നിന്ന് നിങ്ങളെ തന്നെ നഷ്ടമായിരിക്കും. സുഹൃത്തെ, താങ്കൾ പോകരുത്. താങ്കൾ ഏറ്റെടുത്തിരിക്കുന്നത് ഒരു മഹത്തായ യത്നമാണെന്നാണ് എന്റെ വിശ്വാസം. അതുകൊണ്ട് കലുഷിതമായ ഭൂമിയിൽ നിന്നുകൊണ്ട് പുതിയൊരു യുദ്ധത്തിന് കാവളം മുടക്കാം. കുമാരാ, നീ ഒറ്റപ്പെടും. എന്നും നിങ്ങളും ഞങ്ങളും ഇരു ധ്രുവങ്ങളിൽ തന്നെ ആയിരിക്കും. നിങ്ങൾക്കെതിരെയുള്ള ആയുധത്തിന്റെ മൂർച്ച ഞങ്ങളൊന്ന് കൂട്ടിക്കൊണ്ടായിരിക്കും. നിങ്ങൾക്കുള്ള ചെയ്ത നിങ്ങൾ തന്നെ ഒരുക്കുകയാണ്. ഉണ്ടാകുള്ളൂ. നിങ്ങൾ മാത്രം വിചാരിച്ചതുകൊണ്ട് ഈ നാട് നന്നാകുന്നില്ല. ഇനിയും കുമാരന്റെ അഭിപ്രായം? ഇവരുടെയൊക്കെ അഭിപ്രായം ഇതാണെങ്കിൽ ഇവരെ തിരുത്തുകയാവട്ടെ നമ്മുടെ ആദ്യ ലക്ഷ്യം. എങ്കിൽ വരൂ. ശങ്കരനെയും കുമാരനെയും പിന്നീട് ആ നാട്ടിൽ ആരും തന്നെ കണ്ടിട്ടില്ല. ഇതത്രേ ഒരു കഥ. വന്ദനം വന്ദനമെന്റെ ഗുരുക്കൾക്കെല്ലാം, വന്ദനമെന്റെ സദസ്യർക്കെല്ലാം, വന്ദനമെന്റെ ഗുരുക്കൾക്കെല്ലാം, വന്ദനമെന്റെ സദസ്യർക്കെല്ലാം. എന്നാൽ ഇനിയൊരു കഥ ഉര ചെയ്യാം നമ്മുടെ നാട്ടിൽ നടപ്പതു തന്നെ. എന്നാൽ ഇനിയൊരു കഥ ഉര ചെയ്യാം നമ്മുടെ നാട്ടിൽ നടപ്പതു തന്നെ. ചന്ദ
മീശകിളിർത്തിട്ടുണ്ടെന്നാകിലും മീശയോടൊപ്പം വളർച്ച പോരാ. മീശകിളിർത്തിട്ടുണ്ടെന്നാകിലും മീശയോടൊപ്പം വളർച്ച പോരാ. മീശകിളിർത്തിട്ടുണ്ടെന്നാകിലും മീശയോടൊപ്പം വളർച്ച പോരാ. മീശകിളിർത്തിട്ടുണ്ടെന്നാകിലും മീശയോടൊപ്പം വളർച്ച പോരാ. സമ്പത്തനവധി ചങ്കരനെങ്കിലും അധിപതിനതിനോ വലിയ മാവൻ. 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 വേർപ്പിൽ മുങ്ങണ വണ്ടി മക്കളുടെ വേർപ്പ് തുടയ്ക്കാൻ ചങ്കരനാശ. 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 ആദിപെരുത്തൊരു തൊഴിലാളികളോ ഒരു നാളെത്തി ചങ്കരചാരേ. ആദിവെരുത്തൊരു തൊഴിലാളികളോ ഒരു നാളെത്തി ചങ്കരചാരേ. ആദിപെരുത്തൊരു തൊഴിലാളികളോ ഒരു നാളെത്തി ചങ്കരചാരേ. ആദിവെരുത്തൊരു തൊഴിലാളികളോ ഒരു നാളെത്തി ചങ്കരചാരേ. നാരായണ ജയ നാരായണ ജയ നാരായണ ജയ